വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 481. പുസ്തകങ്ങൾ പകരം വയ്ക്കാനില്ലാത്ത തോഴർ. മനുഷ്യനെ വളർത്താനും വഴി കാണിക്കാനും സഹായിക്കുന്ന പുസ്തകങ്ങൾ പകരം വയ്ക്കാനില്ലാത്ത തോഴരാണ്. വൈകാരികവും ചിന്താപരവുമായ മുന്നേറ്റത്തിന് കരുത്തു പകരുന്ന നല്ല തോഴരെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. എല്ലാ വർഷവും ഏപ്രിൽ 23 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നു. മനുഷ്യന്റെ സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക മേഖലകളിൽ എന്തുമാത്രം പ്രധാനമാണ് പുസ്തകങ്ങൾ എന്ന സവിശേഷ പ്രമേയമാണ് പുസ്തകങ്ങൾ പകരം വയ്ക്കാനില്ലാത്ത തോഴർ എന്നത്. ഏത് ഘട്ടത്തിലും നമുക്ക് ആശ്വാസം പകരാനും നമ്മെ പിടിച്ചു നിർത്താനും പ്രചോദിപ്പിക്കാനുമൊക്കെ പുസ്തകങ്ങൾക്കാകും. പുസ്തകങ്ങളെയും വായനക്കാരെയും പരസ്പരം ബന്ധിപ്പിക്കാനും സാംസ്കാരിക വിനിമയ പരിപാടികൾ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ വർഷവും പ്രശസ്തമായ പുസ്തകമേളകൾ നടക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തക വ്യാപാരമേളയാണ് ഫ്രാങ്ക്ഫർട്ട് പുസ്തകമേള. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 7000-ലധികം പ്രദർശകർ പങ്കെടുക്കുകയും പ്രതിവർഷം 1/4 ദശലക്ഷത്തിലധികം സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്യുന്നു. മറ്റ് പ്രധാന ആഗോള പുസ്തകമേളകളിൽ കൊൽക്കത്ത പുസ്തകമേള, ലണ്ടൻ പുസ്തകമേള, ഷാർജ പുസ്തകമേള, ബൊലോഗ്ന കുട്ടികളുടെ പുസ്തകമേള എന്നിവ ഉൾപ്പെടുന്നു. ചിന്തയുടെ ഇന്ധനമായ വായനയും പുസ്തകങ്ങളും മനുഷ്യന്റെ സാംസ്കാരികവും ധൈഷണികവുമായ വളർച്ചാ വികാസത്തിന്റെ കേന്ദ്ര ബിന്ദുവായതിനാലാണ് പുസ്തകമേളകൾ ഇത്രയധികം ശ്രദ്ധേയമാകുന്നത്. തിരക്ക് പിടിച്ച ആധുനിക ലോകത്ത് മനുഷ്യന് വായിക്കാൻ സമയമില്ലെന്ന് വിലപിക്കുമ്പോഴും ഹോം ലൈബ്രറി എന്ന സങ്കല്പം കൂടുതൽ സജീവമാണ് എന്നത് പുസ്തകങ്ങൾ നമ്മുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാകാം. അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും ഹൃദയത്തിൽ ഒളിപ്പിച്ച് സ്മാർട്ട് ഫോൺ കൊണ്ട് വിസ്മയം തീർക്കുന്ന പുസ്തക വിൽപ്പനക്കാരനായ നൌഷാദ് കൊല്ലത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിച്ച ഒരു കുറിപ്പ് പങ്കുവയ്ക്കാം. അൽഗോരിതമല്ല, അക്ഷരങ്ങളാണ് താരം. സ്മാർട്ട് ഫോൺ കൊണ്ട് വിസ്മയം തീർക്കുന്ന പുസ്തക വിൽപ്പനക്കാരൻ. വെറുമൊരു സ്മാർട്ട് ഫോൺ കൊണ്ട് ലോകം കീഴടക്കാമെന്ന് നൌഷാദ് തെളിയിച്ചു. 2000 വാട്സപ്പ് ഗ്രൂപ്പുകൾ, 6.5 ലക്ഷം അംഗങ്ങൾ, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ. ചെറുനാരങ്ങ വിറ്റു തുടങ്ങിയ ബാല്യം മുതൽ മലയാളികളുടെ അക്ഷരമുറ്റമായി മാറിയ പുസ്തകലോകം വരെയുള്ള ഈ ജീവിതം ഒരു സിനിമയേക്കാൾ ത്രില്ലിംഗ് ആണ്. വായന മരിക്കുന്നില്ല, അത് പുതിയ രൂപം പ്രാപിക്കുകയാണ്. ഇംഗ്ലീഷിലും ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദവും സഹകരണ പരിശീലന കോഴ്സായ HTC ഡിപ്ലോമയും പാസ്സായ ശേഷം കൊല്ലം പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലെ സ്ഥിരം ജോലി ഉപേക്ഷിച്ച് പുസ്തക വിൽപ്പന തിരഞ്ഞെടുത്ത അക്ഷരമനുഷ്യൻ. 1999 മുതൽ പുസ്തക വിൽപ്പനക്കാരനും 2019 മുതൽ പ്രസാധകനുമാണ് നൌഷാദ് കൊല്ലം. കശുവണ്ടിയുടെയും കയറിന്റെയും കരിമീനിന്റെയും നഗരമായ കൊല്ലത്ത് നിന്നും പത്മനാഭന്റെ മണ്ണായ അനന്തപുരിയിൽ നിന്നും ഏകദേശം 55 കിലോമീറ്റർ കിഴക്കുമാറി മലയോര കാർഷിക ഗ്രാമമായ മടത്തറയിൽ ചുമട്ടുതൊഴിലാളിയായ അബ്ദുൽ കരീമിന്റെയും വീട്ടമ്മയായ നസീമയുടെയും പുത്രനായി ജനിച്ച നൌഷാദ് PN പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ കേരളത്തിൽ പ്രചരിപ്പിച്ചതുപോലെ സ്മാർട്ട് ഫോണുകളുടെയും മറ്റും അമിതോപയോഗത്തിലൂടെ തളർന്നുകൊണ്ടിരിക്കുന്ന പുസ്തക വായനയെ അതേ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയുമാണ്. മലയാളികളുടെ ദൃഷ്ടിപഥത്തിൽ പുസ്തക പുറംചിട്ടകൾ എത്തിക്കുകയും അവരറിയാതെ അവരെ വായനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ് പുസ്തകലോകത്തിന്റെ 2000-ഓളം വരുന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളിലൂടെ. പുതിയതും പഴയതുമായ പുസ്തകങ്ങളെയും പുസ്തക വാർത്തകളെയും എഴുത്തുകാരെയും എഴുത്തിടങ്ങളെയും ലോക മലയാളികളുടെ വിരൽത്തുമ്പിലെത്തിച്ച് വായനയിൽ നിന്നും പിന്തിരിഞ്ഞവരെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വിസ്മയം തീർക്കുകയാണ് നൌഷാദ്. വായനക്കാരുമായും പുസ്തകപ്രേമികളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന നൌഷാദ് ക്യാമ്പസുകളിലെ പ്രിയപ്പെട്ട സന്ദർശകനാണെന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും PG വിദ്യാർത്ഥികളും ഗവേഷകരുമടക്കം നിരവധി പേരാണ് നൌഷാദിന്റെ സൗഹൃദ വലയത്തിലുള്ളത്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയായി പുസ്തകങ്ങളും പുസ്തക വായനക്കാരുമാണ് നൌഷാദിന്റെ സൗഹൃദ വഴികൾ. വിദേശത്തും സ്വദേശത്തുമുള്ള മലയാളി വായനക്കാരന് പുസ്തകങ്ങൾ പരിചയപ്പെടാനും അവർക്ക് എത്തിച്ചു നൽകാനും പുസ്തകലോകമെന്ന സൈബർ ചുമരുകളെ ഭംഗിയിൽ ഉപയോഗിച്ചുകൊണ്ട് നൌഷാദ് കൊല്ലമെന്ന പുസ്തക വിൽപ്പനക്കാരൻ അക്ഷരങ്ങൾക്കിടയിൽ ജീവിക്കുകയാണ്. അക്ഷരങ്ങളോടും പുസ്തകങ്ങളോടുമുള്ള അടങ്ങാത്ത ഇഷ്ടം മാന്യമായ ഒരു ജീവിതമാർഗമായി മാറിയപ്പോൾ നൌഷാദ് കൂടുതൽ സന്തോഷത്തിലാണ്. ലോകത്തിന്റെ ഏത് കോണിലുമുള്ള പുസ്തക കൊതിയന്മാരുടെ മനസ്സിലും കൈവശമുള്ള മൊബൈൽ സ്ക്രീനിലും ഏറ്റവും മനോഹരമായ അക്ഷരങ്ങൾ കൊണ്ട് കൊത്തിവെച്ച പേരായി പുസ്തകലോകം നൌഷാദ് കൊല്ലം എന്നത് മാറിയത് അദ്ദേഹത്തിന്റെ സമർപ്പിതമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. നാം ഒരു പുസ്തകം തേടി നടക്കുകയാണ്. പുസ്തകത്തിന്റെ പേര് മാത്രമേ അറിയൂ. ആരാണ് എഴുതിയതെന്നോ എന്നാണ് പ്രസിദ്ധീകരിച്ചതെന്നോ ആരാണ് പ്രസാധനം ചെയ്തതെന്നോ ഒന്നും തന്നെ നമുക്കറിയില്ല. എന്നാൽ ആ പുസ്തകം നമുക്ക് അത്യാവശ്യമായി കിട്ടുകയും വേണം.
അങ്ങനെയുള്ളപ്പോൾ നൗഷാദിന്റെ നമ്പറിലേക്ക് ഒരൊറ്റ വാട്സപ്പ് സന്ദേശം മതി. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നാം അന്വേഷിക്കുന്ന പുസ്തകം നമ്മുടെ കൈകളിലെത്തും. അക്ഷരങ്ങൾക്കും പുസ്തകങ്ങൾക്കും ഒരു സർവകലാശാലയുണ്ടെങ്കിൽ ആ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് പുസ്തകലോകം നൗഷാദ് കൊല്ലമെന്ന് നമുക്ക് സംശയലേശമന്യേ പറയാം. കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പുസ്തകലോകവും നൗഷാദ് കൊല്ലവും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ 7 കടലും ആകാശങ്ങളും കടന്നെത്തുന്നു. കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ വെച്ച് പരിചയപ്പെട്ട ഫോക്ലോർ ഗവേഷക വിദ്യാർത്ഥി റോവിത് കുട്ടോത്തിന്റെ പ്രേരണയിലാണ് 2017 പുസ്തകലോകം എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. തുടക്കത്തിൽ 25 പേരായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നത്. പുസ്തകങ്ങളുടെ പുറംചട്ടയും പുസ്തകത്തെപ്പറ്റിയുള്ള ചെറിയ കുറിപ്പുകളുമായി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ഇതോടെ ഗ്രൂപ്പിലുള്ളവർ വായനയിൽ താല്പര്യമുള്ള അവരുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒന്നൊന്നായി പുസ്തകലോകം ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ തുടങ്ങി. ഗ്രൂപ്പുകൾ വലുതായി 250 പേർ വീതം നിറയുമ്പോൾ ഓരോ പുതിയ വാട്സപ്പ് ഗ്രൂപ്പുകളും കൂടിക്കൂടി വന്നു. വാട്സപ്പിൽ നിന്ന് ഫേസ്ബുക്കിലേക്കും ടെലിഗ്രാമിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും കൂട്ടായ്മകൾ വളർന്നു. 2024 2000 ഗ്രൂപ്പുകളായി 6.5 ലക്ഷത്തോളം അംഗങ്ങളുള്ള വലിയൊരു കൂട്ടായ്മയായി പുസ്തകലോകം മാറി. സാമൂഹ്യ മാധ്യമങ്ങൾ പുസ്തക വായനയ്ക്ക് ഭീഷണിയാകുന്നുവെന്ന് നമ്മൾ മുറവിളി നടത്തുമ്പോഴാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൗഷാദ് പുസ്തക വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പുതിയ വിപ്ലവം സൃഷ്ടിക്കുന്നത്. 3 ലക്ഷത്തോളം പുസ്തകങ്ങളാണ് ഇതിനകം നൗഷാദ് സാമൂഹ്യ മാധ്യമം എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ലോകത്തുള്ള വായനക്കാരുടെ കൈകളിലെത്തിച്ചത്. അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും സ്നേഹിക്കുന്ന ലോക മലയാളികൾക്കിടയിൽ പുസ്തകലോകം നിരവധി ചില്ലുകളുള്ള മഹാവൃക്ഷമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. ആ അക്ഷരമുറ്റത്തിന്റെ ചില്ലകൾക്കുള്ളിൽ മലയാളി വായനക്കാർ തങ്ങളുടെ അറിവിന്റെ ലോകം വിപുലപ്പെടുത്താനായി കൂട്ടമായി പറന്നിറങ്ങി കൂടുകൂട്ടിയിരിക്കുന്നു. ഒരു ചെറുവിരൽ സ്പർശനത്തിൽ നമ്മുടെ വായനയെ ലഹരി പിടിപ്പിക്കുന്ന പുസ്തകങ്ങൾ നമ്മളിരിക്കുന്നിടത്തേക്ക് നൗഷാദിന്റെ പുസ്തകലോകത്തിലൂടെ കടന്നുവരുന്നു. പുത്തൻ സാങ്കേതികവിദ്യയെ പാരമ്പര്യ പുസ്തക വിൽപ്പനകളുടെ അനുഭവ പാഠങ്ങളുമായി കൂട്ടിയിണക്കി വായനയുടെ പുതിയൊരു ലോകത്തെയാണ് നൗഷാദ് അക്ഷരമുറ്റത്തേക്ക് തുറന്നിട്ടത്. പുസ്തക വായനയിൽ നിന്ന് അകന്നു തുടങ്ങിയ മലയാളിയെ വായനയുടെയും അറിവ് തേടലിന്റെയും സംസ്കാരത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് പുതിയൊരു സംസ്കാര വിപ്ലവത്തിനാണ് നൗഷാദും നൗഷാദിന്റെ പുസ്തകലോകം കൂട്ടായ്മയും തുടക്കമിട്ടത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.